ഇവിടെ സർവനാമങ്ങൾ, അതായത് പ്രോനൗൺസിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് സിംഗുലർ, പ്ലൂറൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇടത് ഭാഗത്ത് തന്നിട്ടുള്ളത് സിംഗുലറും വലത് ഭാഗത്ത് തന്നിട്ടുള്ളത് പ്ലൂറലുമാണ്. ഈ പ്രോനൗൺസ് ശരിക്കു പറഞ്ഞാൽ വ്യക്തികളെ സൂചിപ്പിക്കുന്ന സർവനാമങ്ങളാണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ പ്രോനൗൺസ് എന്നാണ് വിളിക്കുക. ഈ പേഴ്സണൽ പ്രോനൗൺസിനെ സാധാരണഗതിയിൽ 3 ഗ്രൂപ്പായിട്ട് തിരിക്കാറുണ്ട്. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസ്, സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസ് ആൻഡ് തേർഡ് പേഴ്സണൽ പ്രോനൗൺസ്. ഒരു സംഭാഷണം തുടങ്ങി വയ്ക്കുന്ന ആൾ ആണ് ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസിൽ വരുന്നത്. അത് ഇവിടെ ഐ, അതിൻ്റെ പ്ലൂറലായ വി എന്നിവയാണ്. ഫസ്റ്റ് പേഴ്സണൽ പ്രോനൗൺസ് ആരോടാണ് സംസാരിക്കുന്നത് അതാണ് സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസ്. അത് ഇവിടെ യു എന്ന വാക്കാണ്. അതാണ് സെക്കൻഡ് പേഴ്സണൽ പ്രോനൗൺസ്. അടുത്തത് തേർഡ് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് ആരെപ്പറ്റി സംസാരിക്കുന്നുവോ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി സംസാരിക്കുന്നുവോ അതാണ് തേർഡ് പേഴ്സണൽ പ്രോനൗൺസ്. ഇവിടെ ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലർ തേർഡ് പേഴ്സണൽ പ്രോനൗൺസും അതിൻ്റെ പ്ലൂറലായ ദേ എന്നത് അതിൻ്റെ പ്ലൂറൽ ഫോമുമാണ്. ഇത് ഇത്രയും തേർഡ് പേഴ്സണൽ പ്രോനൗൺസ് ആണ്. ഇത് കൂടാതെ ഇന്ദു എന്ന സിംഗുലർ നൗൺ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ദു ആൻഡ് ബിന്ദു എന്ന പ്ലൂറൽ നൗൺ ഫോമും തന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും കൂടെയാണ് ഹാസ്, ഹാവ് എന്നീ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഹാസ്, ഹാവ് എന്നീ വാക്കുകൾ പ്രസന്റ് ടെൻസ് രൂപത്തിലാണ് ഉള്ളത്. ഹാസും ഹാവും ഉണ്ട് എന്ന അർത്ഥമാണ് ഇവ രണ്ടിനുമുള്ളത്. ഹാസ് എന്നത് ഏകവചനം, അതായത് സിംഗുലർ ഫോമിലുള്ളതാണ്. ഹാവ് എന്നത് പ്ലൂറൽ ഫോമിൽ ഉള്ളതുമാണ്. പക്ഷേ ഐ എന്ന, അതായത് ഞാൻ എന്ന അർത്ഥമുള്ള ഐ ഏകവചനമാണ് എങ്കിലും ഐയുടെ കൂടെ ഹാസ് ഉപയോഗിക്കുകയില്ല. പകരം ഹാവ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ യുവിൻ്റെ കൂടെ ഇവിടെ സിംഗുലർ ആയാൽ പോലും യു എന്നത് സാധാരണഗതിയിൽ യു എന്ന ഇംഗ്ലീഷ് പ്രോനൗണിനെ പ്ലൂറൽ ഫോമായിട്ടാണ് ഇംഗ്ലീഷിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്ലൂറൽ ഫോമിലുള്ള എല്ലാ നിയമവും അതിന് ബാധകമാണ്. അതുകൊണ്ട് തന്നെ അതിനും ഹാസ് ഉപയോഗിക്കുകയില്ല. അപ്പോൾ ഇനി ശ്രദ്ധിക്കാം. ഐ ഹാവ് എനിക്കുണ്ട്, വി ഹാവ് ഞങ്ങൾക്കുണ്ട്. ഐ ഹാവ്, ഐ എന്നർത്ഥം ഞാൻ, ഹാവ് എന്ന് വെച്ചാൽ ഉണ്ട്. അർത്ഥം എടുക്കുമ്പോൾ ഞാനുണ്ട് എന്നല്ല, എനിക്ക് ഉണ്ട്. ആർക്കെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുവാനാണ് ഹാസ്, ഹാവ് ഇവ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഐ ഹാവ് എനിക്കുണ്ട്, വി ഹാവ് ഞങ്ങൾക്ക് ഉണ്ട്, യു ഹാവ് നിനക്കുണ്ട്, അടുത്ത യു ഹാവ് നിങ്ങൾക്ക് ഉണ്ട്, ഹി ഹാസ് അവന് ഉണ്ട്, ഷീ ഹാസ് അവൾക്ക് ഉണ്ട്, ഇറ്റ് ഹാസ് അതിന് ഉണ്ട്, ദേ ഹാവ് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് ഉണ്ട്, ഇന്ദു ഹാസ് ഇന്ദുവിന് ഉണ്ട്, ഇന്ദു ആൻഡ് ബിന്ദു ഹാവ് ഇന്ദുവിനും ബിന്ദുവിനും ഉണ്ട്. ഇനി ഹാഡ് ഉപയോഗിക്കുന്ന രീതി നമുക്ക് പഠിക്കാം. ഹാസിൻ്റെയും ഹാവിൻ്റെയും കഴിഞ്ഞ കാല രൂപം, അതായത് പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് പാസ്റ്റ് ടെൻസിലുള്ള രൂപമാണ്. ഹാഡ് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇത് എല്ലാ സർവനാമങ്ങളുടെ കൂടെയും, അത് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇത് ഏത് പേഴ്സൺ ആവട്ടെ, അതുപോലെ സിംഗുലർ നൗൺ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ, ഇത് ഏതുമായി കൊള്ളട്ടെ, എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഹാഡ് വേണം ഉപയോഗിക്കാൻ. ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഐ ഹാഡ് എനിക്ക് ഉണ്ടായിരുന്നു, വി ഹാഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, യു ഹാഡ് നിനക്ക് ഉണ്ടായിരുന്നു, യു ഹാഡ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഹി ഹാഡ് അവന് ഉണ്ടായിരുന്നു, ഷീ ഹാഡ് അവൾക്ക് ഉണ്ടായിരുന്നു, ഇറ്റ് ഹാഡ് അതിന് ഉണ്ടായിരുന്നു, ദേ ഹാഡ് അവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവയ്ക്ക് ഉണ്ടായിരുന്നു, ഇന്ദു ഹാഡ് ഇന്ദുവിന് ഉണ്ടായിരുന്നു, ഇന്ദു ആൻഡ് ബിന്ദു ഹാഡ് ഇന്ദുവിനും ബിന്ദുവിനും ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഉപയോഗിച്ചിരിക്കുന്ന രീതിയെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച് അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഹാസ്, ഹാവ്, ഹാഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നത്. ഹാസ് ഈസ് യൂസ്ഡ് വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺസ് ആൻഡ് വിത്ത് ഓൾ സിംഗുലർ നൗൺസ്. ഹാസ് ഈസ് യൂസ്ഡ്, ഹാസ് ഉപയോഗിക്കപ്പെടുന്നു, വിത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺസ്. തേർഡ് പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നതിൽ
ഹി ഷീ ഇറ്റ് അതാണ് സിംഗുലർ പ്രോനൗൺസ്. അപ്പോൾ ഹി ഷീ ഇറ്റ് ഇവയുടെ കൂടെയും ആൻഡ് വിത്ത് ഓൾ സിംഗുലർ നൗൺസ് എല്ലാ ഏകവചന നാമങ്ങളുടെ കൂടെയും ഹാസ് ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ബിന്ദു ഹാസ് എന്ന് നേരത്തെ പഠിച്ചു, നാമത്തിന് ഉദാഹരണമാണത്. അടുത്ത് ഹാവ് ഈസ് യൂസ്ഡ് വിത്ത് ബോത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺസ്, തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ ആൻഡ് വിത്ത് ഓൾ പ്ലൂറൽ നൗൺസ്. ഹാവ് ഈസ് യൂസ്ഡ്, ഹാവ് ഉപയോഗിക്കപ്പെടുന്നു വിത്ത് ബോത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആൻഡ് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺസ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെയും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗണിൻ്റെ കൂടെയും ഹാവ് ഉപയോഗിക്കും. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ആണ്, അതിൻ്റെ പ്ലൂറൽ വി ആണ്. അപ്പോൾ ഐയുടെയും വിയുടെ കൂടെയും ഹാവ് ഉപയോഗിക്കും. പിന്നെ കൂടാതെ എന്ത് പറയുന്നു? തേർഡ് പേഴ്സൺ പ്ലൂറൽ പ്രോനൗൺ. തേർഡ് പേഴ്സണൽ പ്രോനൗണിലെ പ്ലൂറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദെയ്യാണ്. അപ്പോൾ ഐയുടെ കൂടെ വിയുടെ കൂടെ ദെയ്യുടെ കൂടെ ഹാവ് ഉപയോഗിക്കും. കൂടാതെ ആൻഡ് വിത്ത് ഓൾ പ്ലൂറൽ നൗൺസ്, ഇത് കൂടാതെ എല്ലാ ബഹുവചന നാമങ്ങളുടെ കൂടെയും ഹാവ് ഉപയോഗിക്കും. നെക്സ്റ്റ്, ഹാഡ് ഈസ് യൂസ്ഡ് വിത്ത് ഓൾ നൗൺസ് ആൻഡ് പ്രോനൗൺസ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഹാഡ് ഉപയോഗിക്കപ്പെടുന്നത് വിത്ത് ഓൾ നൗൺസ് ആൻഡ് പ്രോനൗൺസ് എല്ലാ നാമങ്ങളുടെയും എല്ലാ സർവനാമങ്ങളുടെയും കൂടെ റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ, ഏകവചനമാണോ അല്ലെങ്കിൽ ബഹുവചനമാണോ എന്ന പരിഗണനയൊന്നുമില്ലാതെ എല്ലാ നാമങ്ങളുടെയും എല്ലാ സർവനാമങ്ങളുടെയും കൂടെ പാസ്റ്റ് ടെൻസിൽ ഹാഡ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെ ഹാസ്, ഹാവ്, ഹാഡ് വാചകങ്ങളിൽ ഉപയോഗിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി സം സെൻറ്റൻസസ് യൂസ്ഡ് വിത്ത് ഹാസ് ആൻഡ് ഹാവ്, ഹാസും ഹാവും ഉപയോഗിച്ച് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള കുറേ ഉദാഹരണങ്ങളാണ്, കുറേ വാചകങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാസ്, ഷീ ഹാസ് എ ക്യൂട്ട് ക്യാറ്റ്. ഷീ ഹാസ്, അവൾക്കുണ്ട്, എ ഒരു ക്യൂട്ട് ക്യാറ്റ്, സുന്ദരിയായ ഒരു പൂച്ച. അല്ലെങ്കിൽ ഇവിടെ ക്യാറ്റ് എന്നത് കോമൺ നൗണാണ്, അതിൽ നിന്ന് ആൺപൂച്ചയാണോ പെൺപൂച്ചയാണോ എന്നറിയുവാൻ കഴിയുകയില്ല. അപ്പം സൗന്ദര്യമുള്ള ഒരു പൂച്ച, ക്യൂട്ട് എന്നുള്ള അർത്ഥം എടുത്താൽ മതി. ഷീ ഹാസ് എ ക്യൂട്ട് ക്യാറ്റ്, അവൾക്കൊരു സൗന്ദര്യമുള്ള പൂച്ചയുണ്ട്. ദ ഡോഗ് ഹാസ് 2 പപ്പീസ്. ദ ഡോഗ് ഹാസ്, പട്ടിക്ക് ഉണ്ട്, 2 പപ്പീസ്, 2 പട്ടിക്കുട്ടികൾ. പട്ടിക്ക് 2 പട്ടിക്കുട്ടികൾ ഉണ്ട്. ഹി ഹാസ് എ ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഹി ഹാസ്, അവന് ഉണ്ട്, എ ബ്രദർ ഒരു സഹോദരൻ ആൻഡ് 2 സിസ്റ്റേഴ്സ്, 2 സഹോദരിമാരും. അവന് ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹാസ് എ വെരി ഇറിറ്റേറ്റിംഗ് നോയ്സ്. ഇറ്റ് ഹാസ്, അതിന് ഉണ്ട്, എ ഒരു, വെരി വളരെ, ഇറിറ്റേറ്റിംഗ് അരോചകമായ, പ്രകോപനം കൊള്ളിക്കുന്ന, നോയ്സ് ശബ്ദം, അതിന് വളരെ ഇറിറ്റേറ്റിംഗ് നോയ്സ് അരോചകമായ, നമുക്ക് രസിക്കാൻ പറ്റാത്തൊരു ശബ്ദം അതിനുണ്ട്. രാജു ഹാസ് എ ന്യൂ ബൈക്ക്. രാജുവിന് ഒരു പുതിയ ബൈക്ക് ഉണ്ട്. എ ടേബിൾ ഹാസ് 4 legs. എ ടേബിൾ ഒരു മേശ. എ ടേബിൾ ഹാസ് ഒരു മേശയ്ക്കുണ്ട് 4 legs 4 കാലുകൾ. ഒരു മേശയ്ക്ക് 4 കാലുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ടേബിൾ എന്നത് ജീവനില്ലാത്തൊരു വസ്തുവാണ്, പക്ഷെ അതിനും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഹാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഹാസ്, ഹാവ്, ഹാഡൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് ഹാവ് എന്ന് വെച്ചാൽ ഉണ്ടാണ്, ഹാവ് എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ് അർത്ഥം. അത് പ്ലൂറൽ ഫോമിലുള്ളതാണ്, പക്ഷേ ഏകവചനമായ ഐയുടെ കൂടെ ഇത് ഉപയോഗിക്കാറുണ്ട്. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്. യു ഹാവ്, നിനക്കുണ്ട്, എ ഒരു ബ്യൂട്ടിഫുൾ മനോഹരമായ, വോയിസ് നാദം, നിനക്ക് മനോഹരമായ ഒരു നാദം അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ട്. ദേ ഹാവ് 2 homes. അവർക്ക് 2 വീടുകളുണ്ട്. ഐ ഹാവ് 2 brothers. എനിക്ക് 2 സഹോദരന്മാരുണ്ട്. ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്രോപ്പർട്ടി. ദേ ഹാവ്, അവർക്കുണ്ട്, എ ലോട്ട് ഓഫ്, ധാരാളം, പ്രോപ്പർട്ടി, വസ്തുവകകൾ, അവർക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ട്. ഷീല ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ് എ മാരേജ് ഫംഗ്ഷൻ ടുമോറോ. ഷീലയ്ക്കും അവളുടെ സുഹൃത്തുക്കൾക്കും നാളെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. ഷീല ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഹാവ്, ഷീലയ്ക്കും അവളുടെ കൂട്ടുകാർക്കുമുണ്ട്, എ മാരേജ് ഫംഗ്ഷൻ, ഒരു വിവാഹ ചടങ്ങ്, ടുമോറോ നാളെ. ഇവിടെ ഷീല മാത്രമായിരുന്നുവെങ്കിൽ
ഇവിടെ ഷീല മാത്രമായിരുന്നുവെങ്കിൽ നമ്മൾ പറയും ഷീല ഹാസ് എ മാരേജ് ഫംഗ്ഷൻ ടുമോറോ. നെക്സ്റ്റ്, ദേ ഹാവ് എ ലാർജ് ബംഗ്ലോ. അവർക്ക് വിശാലമായ ഒരു ബംഗ്ലാവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഹാസ്, ഹാവ് ഉപയോഗിച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കുക. ഇനി അടുത്ത് സം സെന്റൻസസ് യൂസ്ഡ് വിത്ത് ഹാഡ്. ഹാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ വാചകങ്ങളാണ് തന്നിട്ടുള്ളത്. ഉദാഹരണം, വി ഹാഡ് ആൻ എലിഫന്റ്. വി ഹാഡ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ആൻ എലിഫന്റ്, ഒരു ആന. നെക്സ്റ്റ്, ഹി ഹാഡ് സിവിയർ ഫീവർ ലാസ്റ്റ് വീക്ക്. ഹി ഹാഡ്, അവൻ ഉണ്ടായിരുന്നു, സിവിയർ ഫീവർ, കഠിനമായ പനി, ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച അവന് കഠിനമായ പനി ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ദ ലയൺ ഹാഡ് 3 cups ബട്ട് 2 ഡൈഡ്. ദ ലയൺ ഹാഡ് 3 cups. സിംഹത്തിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ബട്ട് 2 ഡൈഡ്, പക്ഷെ 2 എണ്ണം ചത്തുപോയി. അടുത്ത്, ഷീ ഹാഡ് സഫേർഡ് എ ലോട്ട് ഓഫ് പെയിൻ ഇൻ ഹെർ ലൈഫ്. ഷീ ഹാഡ് സഫേർഡ്, അവൾ സഹിച്ചിട്ടുണ്ടായിരുന്നു, എ ലോട്ട് ഓഫ് പെയിൻ, ധാരാളം വേദന, ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ അവൾ വളരെയധികം വേദന സഹിച്ചിരുന്നു അല്ലെങ്കിൽ സഹിക്കുകയുണ്ടായി. നെക്സ്റ്റ്, ദ ഹൗസ് ഹാഡ് എ ടോൾ ചിമ്മിനി. ദ ഹൗസ് ഹാഡ്, വീട്ടിനുണ്ടായിരുന്നു, എ ടോൾ ചിമ്മിനി, പൊക്കമുള്ള ഒരു പുകക്കുഴൽ. നെക്സ്റ്റ്, വി ഹാഡ് എ പിക്നിക് ലാസ്റ്റ് മന്ത്. വി ഹാഡ്, ഞങ്ങൾക്കുണ്ടായിരുന്നു, എ പിക്നിക്, ഒരു ഉല്ലാസയാത്ര, ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു ഉല്ലാസയാത്ര ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, വൺസ് ദേ ഹാഡ് എ ലോട്ട് ഓഫ് മണി ബട്ട് നൗ നത്തിങ്. വൺസ്, ഒരിക്കൽ, ദേ ഹാഡ്, അവർക്കുണ്ടായിരുന്നു, എ ലോട്ട് ഓഫ് മണി, ധാരാളം പണം അല്ലെങ്കിൽ ധാരാളം സമ്പത്ത്, ബട്ട് നൗ നത്തിങ്, പക്ഷെ ഇപ്പോൾ നത്തിങ്, ഒന്നുമില്ല. നെക്സ്റ്റ്, യു ഹാഡ് മെനി ഫ്രണ്ട്സ് വെൻ യു വെയർ റിച്ച്. യു ഹാഡ്, നിങ്ങൾക്കുണ്ടായിരുന്നു, മെനി ഫ്രണ്ട്സ്, അനേകം സുഹൃത്തുക്കൾ, വെൻ യു വെയർ റിച്ച്, നീ ധനികരായിരുന്നു, നീ അല്ല, ഇവിടെ നിങ്ങൾ ധനികരായിരുന്നപ്പോൾ. ഇവിടെ നീ എന്നർത്ഥവും യുവിനെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെന്റൻസുകളാണ് ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചത്. ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. നമുക്കിനി തുടരാം. ഹാസ്, ഹാവ്, ഹാഡ് ഇവയ്ക്ക് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ചേർത്താൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്ലിഗേഷൻ. അത് ബാധ്യത അല്ലെങ്കിൽ കടമയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഹാസ് ടു, ഹാവ് ടു എന്നീ വാക്കുകൾക്ക് വേണ്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതിൽ ഹാസ് സാധാരണ ഏകവചനമാണ്. നമ്മൾ ഹാസ് ഉപയോഗിച്ച രീതിയാണ് ഹാസ് ടു ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഹാവ് ടു എന്നതും വേണ്ടിയിരിക്കുന്നു, ഇത് പ്ലൂറൽ ഫോമാണ്. ഇത് ഐയുടെ കൂടെയും ഈ ഹാവ് ടു ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ ഹാവ് ഉപയോഗിച്ച അതേ നിയമമാണ് ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, ഹാഡ് ടു എന്നത് വേണ്ടി വന്നു. ഹാസ് ടുവിൻ്റെയും ഹാവ് ടുവിൻ്റെയും പാസ്റ്റ് ടെൻസ് രൂപമാണ് ഹാഡ് ടു. ഒന്നുകൂടെ പറയാം, ഹാസ് ടു വേണ്ടിയിരിക്കുന്നു, അത് സിംഗുലറാണ്, എക്സെപ്റ്റ് ഐ ഒഴികെയുള്ള ഇടത്തത് ഉപയോഗിക്കും. ഹാവ് ടു വേണ്ടിയിരിക്കുന്നു, അത് പ്ലൂറലാണ്, ഇൻക്ലൂഡിങ് ഐയുടെ കൂടെ അത് ഉപയോഗിക്കണം. ഹാഡ് ടു, ഇവ രണ്ടിൻ്റെയും പാസ്റ്റ് ടെൻസ് രൂപമാണ്, വേണ്ടി വന്നു എന്നാണ് അർത്ഥം. അത് എല്ലാ സർവനാമങ്ങളുടെ കൂടെയും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കണം. These 3 words are used for showing obligation. ബാധ്യത അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ കടപ്പാടിനെ സൂചിപ്പിക്കുവാനാണ് ഇവ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. She has to visit her father who was hospitalized yesterday. She has to visit, അവൾക്ക് സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. Her father, അവളുടെ പിതാവിനെ. Who was hospitalized, ആരാണോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. yesterday, ഇന്നലെ. അപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവളുടെ പിതാവിനെ അവൾക്ക് സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. ഹാസ് ടു വിസിറ്റ്, സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. ഹാസ് ടു ഗോ, പോകേണ്ടിയിരിക്കുന്നു. ഹാസ് ടു കം, വരേണ്ടിയിരിക്കുന്നു. ഹാസ് ടു ഡ്രിങ്ക്, കുടിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഹാസ് ടു എന്ന് വെച്ചാൽ വേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. നെക്സ്റ്റ്, ദേ ഹാവ് ടു ടോക്ക് വിത്ത് ദെയർ ഫ്രണ്ട്സ് അബൌട്ട് പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻസ്. ദേ ഹാവ് ടു ടോക്ക്, അവർക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാരുമായി. എബൌട്ട് പ്രിപ്പയറിംഗ്, തയ്യാറെടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച്. ഫോർ എക്സാമിനേഷൻസ്, പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കൂട്ടുകാരുമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ്, ഐ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ് ഇൻ ദിയർ ഓൾഡ് ഏജ്. ഇവിടെ ഹാസ് ടു, ഹാവ് ടു എന്നിവയുടെ പാസ്റ്റ് ടെൻസ് രൂപമായ ഹാഡ് ടു ഉപയോഗിച്ചിരിക്കുന്നു. ഐ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ്. ടു ടേക്ക് കെയർ ഓഫ് എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. ഐ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ്, എനിക്ക് സംരക്ഷിക്കേണ്ടി വന്നു, പാസ്റ്റ് ടെൻസ് ആണ്. മൈ പാരൻസ്, എൻ്റെ രക്ഷകർത്താക്കളെ, ഇൻ ദിയർ ഓൾഡ് ഏജ്, അവരുടെ വാർദ്ധക്യത്തിൽ, എനിക്കെൻ്റെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കേണ്ടി വന്നു. നെക്സ്റ്റ്, വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ് ഷെഡ്യൂൾഡ് ടുഡേ ഈവനിങ്. വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്, ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. ഇൻ ദ മീറ്റിംഗ്, യോഗത്തിൽ. ഷെഡ്യൂൾഡ് ടുഡേ ഈവനിങ്, ഇന്ന് വൈകുന്നേരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള മീറ്റിങ്ങിൽ, ഇന്ന് വൈകുന്നേരം ആസൂത്രണം ചെയ്തിരിക്കുന്ന മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. നെക്സ്റ്റ്, യു ഹാവ് ടു ഒബേ യുവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. യു ഹാവ് ടു ഒബേ, നിങ്ങൾക്ക് ഒബേ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ അനുസരിക്കേണ്ടിയിരിക്കുന്നു. യുവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, നിങ്ങളുടെ രക്ഷകർത്താക്കളെയും അധ്യാപകരെയും. നെക്സ്റ്റ്, he had to look after his younger brother as he lost his parents. He had to, ഇവിടെ വേണ്ടി വന്നു എന്നർത്ഥം. he had past tense ആണ്. he had to look after എന്ന് വെച്ചാൽ സംരക്ഷിക്കുക. he had to look after, അവന് സംരക്ഷിക്കേണ്ടി വന്നു. ആരെ? his younger brother, അവൻ്റെ ഇളയ സഹോദരനെ, അതായത് അനുജനെ. ആസ് ആയതുകൊണ്ട്, he lost, അവന് നഷ്ടപ്പെട്ടു. his parents, അവൻ്റെ രക്ഷകർത്താക്കളെ, അവന് നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ്റെ അനുജനെ അല്ലെങ്കിൽ ഇളയ സഹോദരനെ സംരക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു, ഇത് മൂന്നും പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലുമായിട്ട്, എന്ന് വെച്ചാൽ ഇതിൽ രണ്ടെണ്ണം പ്രസന്റ് ടെൻസിലും മൂന്നാമത്തെ വാക്ക് പാസ്റ്റ് ടെൻസിലും ഒബ്ലിഗേഷനെ സൂചിപ്പിക്കുവാൻ, ബാധ്യതയെ അല്ലെങ്കിൽ കടമയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്ന് കാണുക. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം.